ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ആത്മീയ സന്ദേശവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ആത്മീയ വീഡിയോസ് കണ്ട എല്ലാവർക്കും അത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം തരും. ശിമയി ദാവീദിനെ നോക്കി ശപിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ വാക്യങ്ങളാണ് നാം ഇവിടെ ഇപ്പോൾ വായിച്ചത്. ശിമയി ദാവീദിനെ ശപിക്കാനുള്ള ഒരു കാരണം, ഈ ശിമയി ശൗലിൻ്റെ ഗൃഹത്തിൽപ്പെട്ട ഗേരയുടെ മകനാണ്. ഈ ശിമയി ശൗലിൻ്റെ രാജസ്ഥാനം മാറി അത് ദാവീദിന് വന്നപ്പോൾ ദാവീദ് പിന്നീട് ഭരിക്കുവാൻ തുടങ്ങി. ദാവീദിൻ്റെ സിംഹാസനം തൻ്റെ മകനായ അബ്ശലോം കൈയടക്കി ദാവീദ് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ശിമയി ദാവീദിനെ കാണുകയും ഈ ശാപവാക്യങ്ങൾ ഉരുവിടുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, കാരണം കൂടാതെ ഒരു ശാപവും നമ്മുടെ ജീവിതത്തിൽ ഫലിക്കുകയില്ല. ഇന്ന് അനേകർ ചില ശാപങ്ങൾ പേറി ജീവിതം മുന്നോട്ട് നീക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ശത്രു എന്നെ ശപിച്ച ശാപമാണ് ഇന്നും എന്നെ പിന്തുടരുന്നത്. എൻ്റെ ജീവിതത്തിന്, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി ആ ശാപമാണ് നിൽക്കുന്നതെന്ന് അവർ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന അനേക ജീവിതങ്ങൾ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, കാരണം കൂടാതെ ഒരു ശാപവും ഫലിക്കയില്ല എന്ന് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സദൃശ്യവാക്യം 26-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. എന്തെങ്കിലും കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാപം പറ്റുകയുള്ളൂ. കാരണം കൂടാതെ ഒരു ശാപവും നമ്മളെ ബാധിക്കുന്നില്ല. ഇന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപം പറ്റുവാനുള്ള ഒരു കാരണം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാപം പറ്റുകയുള്ളൂ. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ശിമയിക്കോ ശൗലിനോ ഒരു ദ്രോഹം ചെയ്തതായിട്ട് തിരുവചനത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ദാവീദിന് തൻ്റെ സിംഹാസനം തിരികെ ലഭിച്ച് ദാവീദ് മടങ്ങി വരുമ്പോൾ ശിമയി വഴിയിൽ വെച്ച് ദാവീദിനെ കാണുകയും തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദാവീദിനോട് ക്ഷമയാചിക്കുകയും ചെയ്യുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 19-ാം അധ്യായം 18-20 വാക്യങ്ങളിൽ ശിമയി ക്ഷമ ചോദിക്കുന്നത് നമുക്ക് കാണാം. പ്രിയ ദൈവമക്കളെ, ശത്രു ഒരു കാരണം കൂടാതെ ശാപവാക്യങ്ങൾ നിന്നെ ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഒരു ദിവസം അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമാകുകയും അവർ നിന്നോട് വന്ന് ശിമയി ദാവീദിനോട് ക്ഷമ ചോദിച്ചതുപോലെ നിൻ്റെ മുമ്പിലും വന്ന് ക്ഷമയാചിക്കും നിശ്ചയം. പ്രിയ ദൈവത്തിലെ, കാരണം കൂടാതെ ഒരു ശാപവും നിൻ്റെ ജീവിതത്തിലേക്ക് വരികയില്ല. ഏതെങ്കിലും ശാപം എന്നെ പിന്തുടരുന്നോ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിക്കുന്ന ജീവിതമേ, ഇന്ന് നീ തിരിച്ചറിയുക, കാരണം കൂടാതെ ഒരു ശാപവും നിൻ്റെ ബാധിക്കുകയില്ല. രക്ഷിക്കപ്പെട്ട ചില വ്യക്തികൾ ഇന്നും കഴിഞ്ഞ നാളുകളിൽ ശപിച്ച ആ ശാപം പേറി നടക്കുന്നുണ്ടെങ്കിൽ, അതൊരിക്കലും തന്നെ വിട്ടുപോകില്ല എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവവൈതലേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നിനക്ക് ഒരു ശാപവും ഏൽക്കുകയില്ല. ഒരു കാരണവുമില്ലാതെയാണ് ശിമയി ദാവീദിനെ ശപിച്ചത്. ദാവീദ് പറഞ്ഞ വാക്യങ്ങൾ, അവൻ്റെ ശാപം എനിക്ക് ദൈവം അനുഗ്രഹമാക്കി തരും. പ്രിയ ദൈവത്തിലെ, നിന്നെ ശപിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിന്റെ മേൽ വീണ ആ ശാപം ദൈവം അനുഗ്രഹമാക്കി തരുന്ന നാളുകൾ നിൻ്റെ ജീവിതത്തിലും വരും. വിശ്വസിച്ചാട്ടെ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുറന്നും നല്ല ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് ഓൾ.